ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. അഡാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് RRB ഗ്രൂപ്പ് ഡിയിൽ ഏകദേശം 17ഓളം പോസ്റ്റുകളുണ്ട്. അതിനകത്ത് പോയിന്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിൻ്റെ എലിജിബിലിറ്റി, അതുപോലെ അതിൻ്റെ ജോബ് പ്രൊഫൈൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര സാലറി കിട്ടും, എത്രയാണ് ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഓരോ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് എന്താ ചെയ്യുക വിശദമായിട്ട് അറിയാം. കാരണം RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ആ ഒരു എക്സാം എല്ലാവരും വളരെ ഇതായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. കാരണം ബൾക്ക് എമൗണ്ട് ഓഫ് വേക്കൻസീസ് തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. 2019 ലാസ്റ്റ് നടന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു 4-5 വർഷത്തിനിടയ്ക്ക് ഒത്തിരി വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ടാവാം. എന്തായാലും ഒക്ടോബർ മാസത്തിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് റെയിൽവേയുടെ RRBയുടെ എന്താ പറയുക ആനുവൽ കലണ്ടറിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റും എന്താണ്, നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരിക്കും കേട്ടോ. ചില ആൾക്കാർ പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് പോകുന്ന ഭയങ്കര പാടാണ്, ഒത്തിരി ജോലി നമ്മൾ ചെയ്യേണ്ടി വരും, ഹാർഡായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മളൊരു പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തീരുമാനിക്കാമല്ലോ അത് പാടായിരിക്കുമോ, അത് എന്താ ഏത് ലെവലിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ നമുക്കൊരു ജോലി നേടുക എന്നുള്ളത് അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് നോക്കാം. അതായത് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എലിജിബിലിറ്റി, ജോബ് പ്രൊഫൈൽ, അതുപോലെ പോസ്റ്റ് പാരാമീറ്റേഴ്സാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊരു മാനുവലായിട്ട് ആ ഒരു പോയിന്റ് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് മേക്ക് ചെയ്യാം, ആ ട്രെയിനിന് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നത്, ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ്. ഇപ്പോൾ അത് ഓട്ടോമേറ്റഡ് പ്രോസസ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ലിവർ വെച്ചിട്ടായിരുന്നു മുമ്പൊക്കെ സിനിമയിലൊക്കെ നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട്. മിക്ക സിനിമകൾക്കകത്തും ഇതുപോലെ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലിവറിൽ കൺട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ അത് ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ പോലും പോയിന്റ്സ്മാൻ ജോബിന് അതിൻ്റെതായ പ്രസക്തി അവിടെയുണ്ട്. ട്രാക്ക് നിങ്ങൾക്കറിയാം, ഇരുമ്പ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മെഷീൻസും അതുപോലെ സ്പ്രിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കല്ലോ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ജാമാവും. അപ്പോൾ ഈ കാര്യങ്ങൾ മാറ്റി, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററാണ്, സ്റ്റേഷനകത്ത് നിന്നാണ് ഈ ഒരു കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ പോലും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാക്ക് കറക്റ്റ് സമയത്ത് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വലിയൊരു അപകടം സംഭവിക്കും. അപ്പോൾ ആ അപകടം ഒഴിവാക്കുക എന്നുള്ളത്, കൃത്യമായിട്ടും സുരക്ഷിതമായിട്ടും ട്രെയിനിന് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇതിൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ നിർദ്ദേശാനുസരണമാണ് അവർ എന്ത് ചെയ്യുന്നത്, പണിയെടുക്കുന്നത്. ഒരു ദിവസം ഏകദേശം 12 മണിക്കൂറോളം മാക്സിമം വർക്ക് അവേഴ്സ് വരും. 8 to 12 അവരുടെ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റിലും അത് എപ്പോഴാണോ ആവശ്യകത വരുന്നത് ആ ഒരു സമയത്തേക്ക് അവിടെ എന്ത് ചെയ്യുക, പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. കുറച്ച് റിസ്ക്കുള്ള ഏരിയയാണ്. കാരണം രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന, പകലൊക്കെ രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന, പകലാണെങ്കിൽ പോലും റിസ്ക് ആകട്ടോ. ട്രാക്കിനകത്ത് പോവുക, ട്രെയിൻ വരുന്നത് നമ്മൾ അറിഞ്ഞില്ല. കാരണം പെട്ടെന്ന് വരും, നല്ല സ്പീഡിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ചെറിയ റിസ്ക് ഫാക്ടർ ഇതിനകത്തുണ്ട്. നൈറ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. ട്രാക്കാണ്, ഇഴജന്തുക്കളുണ്ടാവാം, അതുപോലെ പല കാര്യങ്ങൾ, പല ഫാക്ടേഴ്സ് ഉണ്ടാവും അതിനകത്ത് കേട്ടോ. അപ്പോൾ ചെറിയതായിട്ടൊരു റിസ്ക് ആ ഒരു ജോലിക്കകത്തുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും ഇല്ല. അതെന്തെങ്കിലും കേസ് വരുന്നു, അപ്പോൾ എമർജൻസി കേസ് വരുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രസംഗത്തിലേക്ക് പോകേണ്ടി വരത്തുള്ളൂ. ഓക്കെ, അപ്പം മെയിൻ ജോബ് എന്ന് പറയുന്നത് അതാണ്, ഈ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, 2 ട്രാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അത് മാത്രമല്ല, ഇവരിതിനെ മാനുവലായിട്ട് ഈ ഒരു ലിവർ വലിച്ച് ജോയിൻ ചെയ്യുന്ന പോലും പിന്നെ അത് വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും കേസ്, കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വാഗൺ അല്ലെങ്കിൽ ഒരു എഞ്ചിനാണ്, എന്താ പറയുക, ബോഗീസൊക്കെ ആയിരിക്കും ഇതിനകത്ത് കടന്നു പോകുന്നത്. മെറ്റൽസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, അത് വിട്ടുപോകാനൊക്കെ സാധ്യത. അപ്പോൾ അതൊന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ ചെയ്യുന്നത്. ഇവർ ഇത് ഈ ട്രാക്ക് വലിച്ച് അടുപ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ ഒരു മാനുവലായിട്ടൊരു സംഭവം വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ ഉറപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വർക്കാണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത് കേട്ടോ. നമ്മുടെ പോയിന്റ്സ്മാൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റമാണ്. ഏകദേശം ഇതിൽ കൺട്രോൾ വന്നാലും ഈ മെഷീനിങ്ങിൽ ഈ പാർട്ടിനകത്തെല്ലാം ഇതിനകത്തെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പാർട്ടാണ് കേട്ടോ. ഈ ഒരു ഇത് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒരു കല്ല് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് അപ്പോഴത്തേക്കും പോയിന്റ്സ്മാൻ അവിടെ ആവശ്യം വരും. അപ്പോൾ പാത്ത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പോയിന്റ്സ്മാനെ വിട്ടിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് വരും. അപ്പോൾ അവിടെ എല്ലാം എന്താണ്, സുരക്ഷിതമായിട്ട് ട്രെയിനിന് യാത്ര ചെയ്യാനുള്ള പാത ഒരുക്കുക. അതാണ് ഒരു പോയിന്റ്സ്മാൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്
ആ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലായാലും നമ്മുടെ സിനിമ സീനിൽ കണ്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ ആ ഒരു സിനിമ സീൻ എൻ്റെ മനസ്സിൽ ഓർമ്മ പോകുന്നത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ പോയിന്റ്സ്മാൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലാഗ് ഇത് ചെയ്യുക എന്ന് വെച്ചാൽ ട്രെയിൻ കടന്നു പോകുമ്പോഴത്തേനും അതിൻ്റെ ട്രെയിനിൻ്റെ അകത്തുള്ള ഗാർഡിനെ അവർ ധരിപ്പിക്കുന്നതാണ് ട്രെയിനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അകത്ത് ക്ലിയർ ആണ്, പൂർണ്ണമായിട്ടും സ്റ്റേഷൻ കടന്നു പോയി എന്ന് കഴിയുമ്പോൾ ട്രെയിനിൽ നിന്ന് ഗാർഡും എന്ത് ചെയ്യും, ഒരു ഫ്ലാഗ് ഇവിടെ എന്ത് ചെയ്യും, ഗ്രീൻ ഫ്ലാഗ് അത് എന്ത് ചെയ്യും. കാരണം ഇടത്തെ കയ്യിൽ ഗ്രീനും വലത്തെ കയ്യിൽ റെഡുമായിട്ടായിരിക്കും അവർ എപ്പോഴും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അത് അടുത്തൊരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ആ ഒരു ഇതിന് ക്ലിയറൻസ് കൊടുക്കുക. ട്രെയിനിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്നും തൂങ്ങി നിൽപ്പില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇളകി പാർട്ടൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് പോയിന്റ്സ്മാൻ്റെ രണ്ടാമത്തെ ഡ്യൂട്ടികളിൽ വരുന്ന ഒന്ന്. പിന്നെ ഉള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രെയിന് നമ്മുടെ സ്റ്റേഷനിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ആ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ റിലീസ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സിസ്റ്റം തിരിച്ചത് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനെ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും എന്തിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ പോയിന്റ്സ്മാൻ്റെ ജോബിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ചില അവസരങ്ങളിൽ ഈ രണ്ട് ബോഗികൾ അല്ലെങ്കിൽ എഞ്ചിൻ തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും നമ്മുടെ പോയിന്റ്സ്മാൻ്റെ ഡ്യൂട്ടിയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഗേറ്റുകളിൽ, റെയിൽവേ ഗേറ്റുകളിലും ചിലപ്പോൾ പോയിന്റ്സ്മാനെ നിയോഗിക്കാറുണ്ട്. കാരണം ഗേറ്റ് കീപ്പേഴ്സ് ലീവാവുന്ന അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ അവർ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയോ അതിന് ലീവാവുന്ന അവസരങ്ങളിൽ ആ ജോബും കൂടെ എന്ത് ചെയ്യാം, പോയിന്റ്സ്മാന് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ നിർദ്ദേശാനുസരണം അവരുടെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ്സ്മാൻ ജോബ് വരുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 8 ടു ഒരു 12 മണിക്കൂർ വരെയുള്ള ഒരു ജോബ്, 8 ടു 12 വരെയുള്ള അല്ലേ, 8 ടു 12 വരെയുള്ള 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ നമുക്കൊരു ജോബ് പറയാം. അതിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അതിന് സ്പെഷ്യൽ അലവൻസ് ഒക്കെ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റിന് നൈറ്റ് അലവൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എത്രയാണ് സാലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 22,000 മുതൽ 23,000 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. 22,000 ടു 23,000 രൂപ വരെ എല്ലാ അലവൻസ്, നൈറ്റ് നിൽക്കുന്നെങ്കിൽ നൈറ്റ് അലവൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 18,000 ബേസിക് പേ വരുന്നത്. അതിൽ നിന്ന് സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം 22-23, പിന്നെ അതിനകത്ത് PF അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പോകും. അപ്പോൾ ഏകദേശം നമുക്കൊരു 20-21 രൂപ സ്റ്റാർട്ടിംഗ് സാലറി കയ്യിൽ വാങ്ങാൻ പറ്റും കേട്ടോ ഒരു പോയിന്റ്സ്മാൻ ജോബിൽ. അപ്പോൾ അതിനറിയാം ഏജ് ലിമിറ്റ് 18 ടു 33 ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഒത്തിരി തവണ കണ്ടിട്ടുള്ളതാണ്, 10th പാസ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പറയുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്നുള്ള പോസ്റ്റാണ്. ട്രാഫിക് ആണ് ഡിപ്പാർട്ട്മെന്റ്, ഏറ്റവും അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അവിടെ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള വർക്ക് വരുന്ന ഒരു ഫീൽഡ്, ഒരു മേഖലയാണ് അതെന്ന് പറയുന്നത്, ആ ഒരു ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ആ പോസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഏജ് ലിമിറ്റ് കണ്ടു, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കണ്ടു. അപ്പോൾ ഇതുപോലെ ഇത്രയും പോസ്റ്റുകളുണ്ട്, ഓരോ പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം. ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 22,000 മുതൽ 23,000 വരെ, 22 ടു 23,000 വരെയാണ് പറയുന്നത്. അതിനകത്ത് ബാക്കിയുള്ള കട്ടിംഗ് ഒക്കെ വരാം, അത് PF ബാക്കി കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജോബ് പ്രൊഫൈൽ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയാൻ കാരണം, നമ്മളൊരു ജോബിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പല അഭിപ്രായങ്ങളും തേടാറുണ്ട്. അപ്പോൾ പല അഭിപ്രായങ്ങൾ തേടുമ്പോൾ പലയിടത്തുനിന്നും പല രീതിക്കുള്ള റിപ്ലൈസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ നമ്മളിത് അനാലിസിസ് ചെയ്ത് നമ്മളിതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് തെറ്റാവാം. അപ്പോൾ ആ തെറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവരുത്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു ജോബ് പ്രൊഫൈൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക. നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും, നൈറ്റ് അലവൻസ് ഉണ്ട്, അതിന് അലവൻസ് ഉണ്ട്. ഏകദേശം 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ വർക്ക് ചെയ്യേണ്ടി വരും. നൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ പോകണം. അങ്ങനെയുള്ളൊരു ചെറിയൊരു റിസ്ക് ഫാക്ടർ അതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടുതൽ ഓട്ടോമേറ്ററാണ്, മാനുവൽ ആയിട്ടുള്ള വർക്ക് വളരെ കുറവായിരിക്കും. ഈ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നത് അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ളൊരു ഇതുള്ളൂ, മാനുവലായിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യുക. എന്നിരുന്നാൽ പോലും നമ്മൾ ആ മാനുവൽ ചേഞ്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യാം, അതിനകത്ത് ഒരു ചെക്കിങ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അവിടുത്തെ ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്തുക. അതാണ് പോയിന്റ്സ്മാൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ പോയിന്റ്സ്മാൻ്റെ ആ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വരും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം.
പഠിച്ചു തുടങ്ങി നമ്മൾ കൃത്യമായിട്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. കാരണം ഒത്തിരി കഠിനമായിട്ടുള്ള സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. നമ്മൾ സാധാരണ ഒരു PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള വളരെ സിമ്പിളായിട്ട് ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. നല്ല ജോബ് പ്രൊഫൈലാവും. അതിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 17 പോസ്റ്റുകളിൽ നമ്മൾ ഈ കണ്ടിട്ടുള്ള 17 പോസ്റ്റുകളിൽ ഏത് വേണം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഈ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ്, പിന്നെ ഈ എന്താ പറയുക, ഓഫീസ് അകത്ത് വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ചില പോസ്റ്റുകളൊക്കെ നല്ലതാണ്. ഒത്തിരി ഫിസിക്കൽ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം എപ്പോഴായാലും നമുക്ക് കിട്ടും. നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യാനായിട്ട് എവിടെ പോയാൽ ഏത് ജോലിയിൽ പോയാലും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ നോക്കുക, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ജോലി, നല്ലൊരു സാലറി ഉണ്ട്, ബാക്കിയുള്ള അലവൻസസ് ഉണ്ട്, ഇന്ത്യൻ റെയിൽവേയിലാണ്, പിരിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സാലറി എന്നുള്ള രീതിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതാണ്, നമ്മൾ ഏത് ജോലിയിൽ ചെന്നാലും അത് ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും. അവിടെ പിന്നെ വേറെ ഒരു ഫാക്ടർ നമ്മളെ ഇത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള റിസ്ക് ഫാക്ടർ എന്ത് ചെയ്യുക, അതങ്ങ് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. എല്ലാത്തിനോടും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇത്രയാണ്. ഇനി നമുക്കങ്ങനെ ഒരു കോഴ്സ് റെയിൽവേയുടെ ബാച്ച് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ പറ്റിയ സമയമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ജൂൺ മാസമായി. നന്നായിട്ട് പഠിച്ചു തുടങ്ങി എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സമയം. ഫുള്ളായിട്ട് നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസും അതുപോലെ ഈ ബുക്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ് മിസ്സാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. 2323 രൂപയാണ് കോഴ്സിൻ്റെ ഫീസ്. അത് ലോങ് ടൈം ബാച്ചാണ്. എന്തായാലും അടുത്ത NTPC എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ALP വരും. അതുപോലെ പിന്നെ നമ്മുടെ എന്താ പറയുക, LPയുടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. ഇനിയിപ്പോൾ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NTPC, പിന്നെ ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സ് വഴി ലഭിക്കും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിലോ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ അവസരങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ജോബിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവുക. ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും ഡെയിലി അപ്ഡേറ്റ്സും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വിസും എല്ലാം കിട്ടും. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തെങ്കിലും പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കിക്കൊള്ളുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്തെത്തിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അതിൻ്റെ എനർജി വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊള്ളുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഓൾ.